കോൺഗ്രസിൽ വിസ്മയങ്ങൾക്ക് പിന്നാലെ വിസ്ഫോടനങ്ങൾ. സതീശനെ പറവൂരിൽ തോൽപ്പിക്കാൻ രമേശ മുരളീധര, കെ.സി. പക്ഷവും കെ. സുധാകരനും രംഗത്ത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമിറങ്ങിയാൽ 24 മണിക്കൂറിനകം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വിസ്മയം തീർക്കുമെന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീമ്പിളക്കിയ സതീശൻ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരായ സ്ഥാനമോഹികളും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കുമെല്ലാം സമ്മാനിച്ചിരിക്കുന്നത് വിമർശന അധിക്ഷേപ വിസ്ഫോടനങ്ങളുടെ പടക്കക്കട. ഇടതുമുന്നണിയും വലതുമുന്നണി ഘടകകക്ഷികളും തങ്ങളുടെ സീറ്റുകൾ പ്രഖ്യാപിച്ച് പ്രചരണം കൊഴുക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്ന 95 സീറ്റുകളിൽ 60-ൽ താഴെ സ്ഥാനാർത്ഥികളെയാണ് ഹൈക്കമാൻഡ് ഇതുവരെ പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും സീറ്റില്ല. KSU സംസ്ഥാന പ്രസിഡന്റും രാജിവെച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ പെൺവിഷയ കേസുണ്ടായപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ പാർട്ടി നേതൃത്വം പകരക്കാരനായി വന്ന യുവ നേതാവിന് സീറ്റ് കൊടുത്തപ്പോൾ KSU നേതാവിനെ ഒഴിവാക്കുകയും ചെയ്തു. മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും 2014-ലും 2021-ലും പെരുമ്പാവൂർ MLAയുമായ എൽദോസ് കുന്നപ്പിള്ളിക്ക് ഇത്തവണ സീറ്റ് നിഷേധിച്ച സതീശൻ ഇപ്പോൾ എൽദോസിന്റെ മാത്രമല്ല യാക്കോബായ സഭാ നേതൃത്വത്തിന്റെയും വിശ്വാസികളുടെയും വിരോധവും സമ്പാദിച്ചിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ യാക്കോബായ സഭയ്ക്ക് 3 MLAമാരാണ് ഉള്ളത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും പെരുമ്പാവൂരിൽ നിന്നുള്ള എൽദോസ് കുന്നപ്പിള്ളിയും പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബും. മൂവരും അഭിഭാഷകരാണെങ്കിലും മാത്യു കുഴൽനാടൻ സുപ്രീം കോടതിയിലെ പ്രമുഖ വക്കീലന്മാരിൽ ഒരാളുമാണ്. MPമാരായ അടൂർ പ്രകാശും കെ. സുധാകരനും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒറ്റക്കാലിൽ തുടങ്ങിയ തപസ് പാർട്ടി ദേശീയ നേതൃത്വത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. യുവനിരയിൽ വിരലിൽ എണ്ണാവുന്നവരെ മാത്രമാണ് ഇത്തവണ മത്സരിപ്പിക്കുന്നത്. പേരെടുത്ത് പറയാവുന്ന യുവ MLAമാരിൽ കുണ്ടറ MLA വിഷ്ണുനാഥും പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മനും മാത്രമാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തെയും എൽദോസ് കുന്നപ്പിള്ളിയെയും പെണ്ണുകേസ് പറഞ്ഞ് ഒഴിവാക്കിയ സതീശനും സണ്ണി ജോസഫുമെല്ലാം ചേർന്ന് സ്ത്രീ പീഡന പരാതിയിൽ ജയിലിൽ കിടന്ന കോവളം MLA വിൻസെന്റിന് ഇത്തവണ സീറ്റ് നൽകി. മികച്ച ഭൂരിപക്ഷത്തിൽ എൽദോസ് കുന്നപ്പിള്ളി വിജയിക്കുമെന്ന് മറ്റാരേക്കാളും കൂടുതലായി അറിയാവുന്നത് VD സതീശന് തന്നെയാണ്. എറണാകുളം ജില്ലയിലെ രമേശ പക്ഷക്കാരനായി എൽദോസിനെ മാറ്റി നിർത്തി തനിക്ക് പ്രിയപ്പെട്ട മറ്റൊരു നേതാവിനെ മത്സരിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ സർവ്വസമ്മതനായ എൽദോസിന് സീറ്റ് വെട്ടാൻ കാരണമായത്. തന്നെയുമല്ല, UDF അധികാരത്തിൽ വന്നാൽ 3-ാം അംഗത്തിലും വിജയിക്കുന്ന എൽദോസിന് ഒരു മന്ത്രിസ്ഥാനം നൽകേണ്ടിയും വരും. തനിയെ നിവർന്നു നിന്ന് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും കഴിയാത്ത കടൽ കിഴവന്മാർക്കെല്ലാം സീറ്റ് കൊടുക്കുമ്പോൾ സമരമുഖങ്ങളിൽ പോലീസിന്റെ ലാത്തിച്ചാർജും കണ്ണീർവാതകവും സഹിച്ച് പോരാടിയ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം സീറ്റില്ല. ഇവർ കൂട്ടത്തോടെ രാജിവെക്കുമ്പോൾ സതീശന്റെ വിസ്മയ വീമ്പിളക്കൽ പാർട്ടിയിൽ വിസ്ഫോടനമായി മാറിയിരിക്കുന്നു. ശക്തൻ നാടാരും KC ജോസഫും ശരത്ചന്ദ്ര പ്രസാദും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K. മുരളീധരനുമൊക്കെ പുതുതലമുറയ്ക്കായി ഇനിയെങ്കിലും വഴിമാറിക്കൊടുക്കണമെന്ന് പറയുന്നവരും കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അടൂർ പ്രകാശും കെ. സുധാകരനും കത്തിച്ചുവെച്ച പ്രതിഷേധ കമ്പിത്തിരി VD സതീശന്റെ ഉടുമുണ്ടിൽ വീണ് തീപിടിക്കുന്ന കാഴ്ചയാണ് വരും നാളുകളിൽ രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത്. തോറ്റു നാണം കെട്ട ബിന്ദുകൃഷ്ണ കൊല്ലത്തും നാടാകെ നടന്ന് മത്സരിച്ച് ഒറ്റത്തവണ MLA ആയ ഷാനിമോൾ ഉസ്മാനും ഇനിയും എന്തിനാണ് മത്സരിക്കുന്നതെന്ന ചോദ്യവും പ്രസക്തമാണ്. UDF കപ്പലിനെ കേരളത്തിന്റെ അധികാര തീരത്തടിപ്പിച്ച് വിജയക്കൊടി പാറിച്ച് മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടിയിരിക്കുന്ന VD സതീശനെ ഇത്തവണ പറവൂരിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ മുട്ടുകുത്തിക്കും. തെക്കൻ ജില്ലകളിൽ നേമം, കോവളം, പാറശാല, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, കഴക്കൂട്ടം, ആറ്റിങ്ങൽ, കൊല്ലം, ഹരിപ്പാട്, അരൂർ, ചേർത്തല മണ്ഡലങ്ങൾ ഇത്തവണ ഇടറി വീഴും. ആലപ്പുഴ, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പാല, പൂഞ്ഞാർ സീറ്റിലും മത്സരം കടുക്കും. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി, കൊച്ചി, പിറവം സീറ്റുകളിൽ മത്സരം കടുക്കും. ഇത്തവണ ഇടത് സ്ഥാനാർത്ഥിയായി പിറവത്ത് മത്സരിക്കുന്ന മുൻ കോൺഗ്രസ് നേതാവ് സാബു കെ. ജേക്കബ് കേരള കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ അനൂപ് ജേക്കബിനെ കനത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പെരുമ്പാവൂർ, ആലുവ, പറവൂർ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ വിമതശല്യം ശക്തമാവാനും സാധ്യതയുണ്ട്. വടക്കൻ ജില്ലകളിൽ സുധാകരൻ എഫക്റ്റും കോൺഗ്രസിന് പ്രഹരമാകും. അമ്പലപ്പുഴയിൽ സ്വന്തം സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകാതെ മുൻ CPM നേതാവ് സുധാകരനും മലമ്പുഴയിൽ VSന്റെ സന്തത സഹചാരി A. സുരേഷിനും കൊട്ടാരക്കര സീറ്റ് CPM നേതാവും മുൻ MLAയുമായിരുന്ന ആയിഷ പോറ്റിക്ക് അടിയറവ് വെച്ചതും പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ലഭിച്ച 27 സീറ്റുകളിലും കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പും RSPയും തൃണമൂലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. വയനാട്ടിൽ നിന്നുള്ള മുൻ MLAയും മന്ത്രിയുമായിരുന്ന PK ജയലക്ഷ്മിക്ക് ഇത്തവണ സീറ്റില്ല. പകരം NDA മുന്നണി വിട്ട ആദിവാസി സംഘടനാ നേതാവ് CK ജാനുവിനാണ് മാനന്തവാടി സീറ്റ് നൽകുക. ഏപ്രിൽ 9 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇടതുമുന്നണി സർവ്വസന്നാഹങ്ങളുമായി രംഗത്തുണ്ട്. ധർമ്മടത്ത് ഇത്തവണയും മത്സരിക്കുന്ന പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തു. കേരളം ആർക്കൊപ്പമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരുന്നാൽ മതി. ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിയും. കോൺഗ്രസിനുള്ളിലെ ചക്കളത്തിപ്പോരിന് ഇനിയെങ്കിലും പരിഹാരം കാണാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ 3-ാം തവണയും UDF പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഒതുങ്ങും. BJP മുന്നണി ശക്തമായ പോരാട്ടമാണ് മണ്ഡലങ്ങളിൽ കാഴ്ചവെക്കുന്നത്. മിനിമം 5 സീറ്റിലെങ്കിലും NDA വിജയിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറികൾ അനുകൂലമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞാൽ 74 സീറ്റുകളിൽ വരെ വിജയിക്കാൻ CPM മുന്നണിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട്. ലീഗ് ഇത്തവണ 22 സീറ്റുകൾ വരെ നേടിയേക്കാം. ജോസഫ് ഗ്രൂപ്പ് ഇരിങ്ങാലക്കുട,
കടുത്തുരുത്തി, തൊടുപുഴ സീറ്റുകളിൽ അനായാസം വിജയിക്കാനും സാധ്യതയുണ്ട്. 5 സീറ്റുകളിൽ ജോസഫ് ഗ്രൂപ്പ് അമിത വിശ്വാസത്തിലുമാണ്. RSPക്കും 2 സീറ്റുകൾ ഉറപ്പിക്കാം. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ചവറയിൽ ഷിബു ബേബി ജോണും സാധ്യതാ പട്ടികയിലുണ്ട്. CMBയും നിയമസഭയിൽ ഇത്തവണയെങ്കിലും അക്കൗണ്ട് തുറന്നേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. A to Z ന്യൂസ് മലയാളം 24.